വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ ഒരു അസാധാരണ സംഭവം കണ്ടു. പുലർച്ചെ 3-ന് അയാൾ അവസാന ബസ് ഇറങ്ങി. വെള്ള വസ്ത്രവും ധരിച്ച് ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്നു. എന്തിനാണ് ഈ സ്ത്രീ ഈ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അയാൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അയാൾ മടങ്ങാൻ ഒരുങ്ങി. അവൾ വിരലുകൾ കൊണ്ട് ചെറിയ ശബ്ദമുണ്ടാക്കി. അവൾക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ ഉണ്ടാകുമോ എന്ന് കരുതി അയാൾ അവിടെ കുറച്ചുനേരം കാത്തുനിന്നു. പക്ഷേ അവൾ നിശബ്ദയായി തുടർന്നു. ഇതൊക്കെ തന്റെ തോന്നലാണെന്ന് അയാൾ കരുതി. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് അയാൾ ബസ് ഇറങ്ങി. 2-ാം ദിവസവും ആ സ്ത്രീ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്ന് അയാൾ കരുതി. അയാൾ അവളോട് എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. പക്ഷേ അവളുടെ മറുപടി വ്യത്യസ്തമായിരുന്നു. ഒരാളെ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു അവളുടെ മറുപടി. അവസാന ബസ്സും പോയിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരാളെ കാത്തിരിക്കുന്നു എന്ന് അവൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. വളരെ വൈകി ഇവിടെ ഇരിക്കരുത്, എന്റെ ഫോൺ ഉപയോഗിച്ച് വീട്ടുകാരെ വിളിച്ചോളാൻ അയാൾ ആവശ്യപ്പെട്ടു. അതിലൊന്നും അവൾ ഒട്ടും താല്പര്യം കാണിച്ചില്ല. പകരം അവൾ ചോദിച്ചത്, നിനക്ക് എന്നെ അറിയില്ലേ എന്നാണ്. അല്പനേരം അയാൾ ആശ്ചര്യത്തോടെ നിന്നു. എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് മറുപടി നൽകി. ആ സ്ത്രീക്ക് യാതൊരു സഹായവും വേണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 3-ാം ദിവസവും അതേ സ്ത്രീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. മഴയത്ത് അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് അയാൾ കുട നിവർത്തി മഴ നനയാതെ അവളെ സഹായിച്ചു. ഇവൾ തന്റെ മുൻജന്മത്തിലെ ആരെങ്കിലും ആയിരിക്കുമെന്ന് അയാൾ കരുതി. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായാണ്. ഇവൾ പഴയ ജന്മത്തിലെ തന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമോ? മഴ നനയാതെ ഇരിക്കാൻ തന്റെ വീട്ടിലേക്ക് വന്നോളാൻ അയാൾ അവളെ ക്ഷണിച്ചു. അത് കേട്ടതും അവൾ അയാളുടെ കൂടെ പോയി. ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നു അവൾ ഇത്രയും നാൾ കാത്തിരുന്നത്. തന്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നെന്ന് അയാൾ കരുതി. പക്ഷേ മറഞ്ഞിരിക്കുന്ന അപകടം എന്തെന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. വീടിന്റെ വാതിൽ തുറന്നപ്പോൾ മോഷൻ സെൻസർ വഴി ലൈറ്റുകൾ തനിയെ ഓണായി. അയാൾ അകത്ത് കയറിയതും ലൈറ്റുകൾ അണഞ്ഞു. അയാൾ ധൃതിയിൽ ലൈറ്റ് ഓണാക്കാൻ തുടങ്ങിയതും ആ സ്ത്രീ അയാളെ തടഞ്ഞു. വെളിച്ചം അവൾക്ക് ഇഷ്ടമല്ലെന്ന് അയാൾ കരുതി. അവൾ അകത്തേക്ക് കയറി. അയാൾ പിന്നീട് ലൈറ്റുകൾ ഓണാക്കുകയും ചെയ്തില്ല. അയാൾ 30 വർഷത്തോളമായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന അവൾക്ക് തോർത്താൻ ഒരു തുണി അയാൾ നൽകി. അവൾ ആ തുണി ഉപയോഗിച്ച് തോർത്തി. എന്നിട്ട് നനഞ്ഞ തുണി തിരികെ നൽകി. അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അയാൾ ആ തുണി വാങ്ങി പുറകിലേക്ക് നീങ്ങി. അവളുടെ വിരലുകളിലെ നഖങ്ങൾ ഉള്ളം കൈയിലാണ് വളർന്നിരുന്നത്. അത് കണ്ടതും അയാൾക്ക് മനസ്സിലായി, അവൾ സാധാരണ മനുഷ്യ സ്ത്രീയല്ലെന്ന്. തുണി അകത്ത് വെച്ച് തിരിച്ചു വന്നതും അവൾ അവളുടെ സ്യൂട്ട് കേസ് നിലത്തേക്ക് തട്ടിയിട്ടു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തു. ഇത് കണ്ട് അയാൾ ഭയന്നു വിറച്ചു. എന്തെങ്കിലും മാരക ആയുധങ്ങൾ ആയിരിക്കുമോ അതിന്റെ ഉള്ളിൽ? അവൾ സ്യൂട്ട് കേസിന്റെ സിബ് പതിയെ തുറന്നു. അവൾ അയാളെ നോക്കി. എന്നിട്ട് അതിന്റെ ഉള്ളിലെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. അയാൾ ഭയപ്പെട്ടതുപോലെ ആ പെട്ടിക്കുള്ളിൽ നിറയെ മാരക ആയുധങ്ങളായിരുന്നു. ആ നിമിഷം അയാൾ ഭയന്നു വിറച്ചു. അവൾ ഒരു കത്രിക എടുത്ത് അയാളെ കൊല്ലാനായി ഒരുങ്ങി. എല്ലാം കഴിഞ്ഞതിനു ശേഷം ആ സ്യൂട്ട് കേസുമായി അവൾ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഓപ്പോസിറ്റായി മറ്റൊരു പെൺകുട്ടി നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കണ്ടുമുട്ടി. സാധാരണഗതിയിൽ ആ വിചിത്രമായ സ്ത്രീയെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് അവളെ കാണാൻ കഴിഞ്ഞു. അവൾ ആ സ്ത്രീയെ അഭിവാദ്യം ചെയ്തു. തന്റെ അടുത്ത ഇര ഇവളാണ്.